24 മണിക്കൂർ മൊബൈൽ. ഈ മൊബൈൽ വലിച്ചെറിയണം. അത്യാവശ്യ കാര്യങ്ങൾക്ക് മൊബൈൽ തൊടുമെന്ന് തീരുമാനിക്കണം. ലോകം അതിലേക്ക് വരികയാണെന്നാണ് ഞാൻ പറയുന്നത്. ലോകം എന്നല്ലെങ്കിൽ നാളെ പൂർണ്ണമായിട്ട് ദേഷ്യം പിടിച്ചിട്ട് ഈ സാധനം തോട്ടിക്കറി. അത് തുടങ്ങിക്കഴിഞ്ഞ ലോകത്ത്. ഇപ്പം അമേരിക്കയിൽ കുറച്ച് മനുഷ്യന്മാരുണ്ട്, അവർ യന്ത്രം കൈകൊണ്ട് തൊടൂല. ഒരുപാട് സ്ഥലത്ത് ഒന്നും രണ്ടോ ആളല്ല ഈ പറയുന്നത്, ആയിരക്കണക്കിന് മനുഷ്യന്മാർ. യന്ത്രം കൈകൊണ്ട് തൊടാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വണ്ടി കയറൂല, കാറ് കയറൂല, ടെലിഫോൺ തൊടൂല, മൊബൈലില്ല. കൃഷി ട്രാക്ടർ കൊണ്ട് നടത്തൂല, ഒക്കെ കൃഷിയാണ്. എല്ലാവരും കർഷകരാണ്. അവനാന് വേണ്ടത് അവനാൻ വെച്ചുണ്ടാക്കും, മുളപ്പിക്കും. പക്ഷെ പഴയ പരമ്പരാഗത കൃഷി രീതികളെ അവലംബിക്കുള്ളൂ. യന്ത്രം കൊണ്ട് കൃഷി നടത്തൂല. മതിക്കുക, നെല്ല് കുത്തുക, ഒരു പണി യന്ത്രത്തെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. അവരെ പറ്റി പുസ്തകമുണ്ട് മലയാളത്തിൽ. അവിടെ പോയിട്ട് ഇതേമാതിരി പഠിച്ച് വന്നിട്ട് വായിക്കേണ്ടതാണ്. അത്ഭുതപ്പെട്ടു. അവരെ മക്കൾ അവർക്കേ കെട്ടിച്ചു കൊടുക്കുള്ളൂ, പുറത്തു വന്നവർ കെട്ടിച്ചു കൊടുക്കില്ല. നല്ല സാധനം കഴിക്കുക, നന്നായി ജീവിക്കുക, ആയുസ് നന്നാക്കുക, മണ്ണിലൂടെ നടക്കുക, ഇതൊക്കെയാണ് അവരെ പരിപാടി. ഈ വക കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചിന്തിക്കേണ്ടി വരും. ആയുസ് വർദ്ധിപ്പിക്കുന്നത് വേറൊന്നിനുമല്ല, നല്ല കാര്യങ്ങൾ ചെയ്യാനാണ്, ഇബാദത്ത് വർദ്ധിപ്പിക്കാനാണ്. നിങ്ങളൊരു രോഗിയെ സന്ദർശിച്ചാൽ അയാളുടെ ദീർഘായുസിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അതിൻ്റെ കാരണം കേട്ടാൽ നമ്മൾ ഞെട്ടും. എന്തിനാണ് അയാൾക്ക് ദീർഘായുസ് കിട്ടേണ്ടതെന്ന് റസൂലുള്ള പറയുന്നുണ്ട്. പെര വലുതാക്കാനല്ല, മക്കളെ കെട്ടിക്കാനല്ല, കച്ചവടം കൂടി കോപ്പ് കൂട്ടാനല്ല. അയാൾ അള്ളാഹുവിൻ്റെ ഒരു ശത്രുവിനെ നേരിടാൻ അയാൾ ബാക്കിയാകണം. എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുക. റബ്ബിൻ്റെ ശത്രുവിനെ നേരിടുക എന്ന് പറഞ്ഞാൽ പോയിട്ട് നേരിട്ട് ഏറ്റുമുട്ടെന്നല്ല, വാക്കുകൊണ്ടോ എന്തൊക്കെ നേരിടലാവാം. നേരിടുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആവാം. നമ്മളെ വാക്ക് കൊണ്ടാവാം, നമ്മുടെ കർമ്മം കൊണ്ടാവാം, നമ്മളെ ദുആ കൊണ്ടാവാം. ഇപ്പോൾ ഫലസ്തീനിൽ അതാ അന്യായം നടക്കണം. ദുആ പോലും വലിയൊരു നേരിടലാണ്. പ്രാർത്ഥിക്കുക. ഇന്നലെ ജബ്ബാറാജി സാഹിബൊക്കെ ഉണ്ടായിരുന്നു. ജില്ലാ മുസ്ലിം ലീഗിൻ്റെ വലിയ പ്രതിഷേധം, സമാധാനത്തിന് വേണ്ടി, യുദ്ധത്തിനെതിരെ. അങ്ങനെയൊക്കെയുള്ള നന്മകൾ സമാധാനത്തിന് വേണ്ടി. ആരും ആരും മരിക്കരുത്, ആരും കൊല്ലപ്പെടരുത്. എന്നെ മതം എന്നില്ല, എന്നെ ജാതി എന്നില്ല. എല്ലാ മനുഷ്യർക്കും വേണ്ടി തുടിക്കുന്ന മനസ്സ്, മനുഷ്യത്വത്തിൻ്റെ മനസ്സ്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമൊന്നുമില്ല. മനുഷ്യർ എന്ന ഒറ്റ പരിഗണന. മനുഷ്യരൊക്കെ ഒരേ മാതാപിതാ